തൃശൂർ പടിയൂർ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി പ്രേംകുമാർ എന്ന നിഗമനത്തിലെത്താൻ പോലീസിനെ സഹായിച്ചത് മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ലഭിച്ച കത്തിലെ കൈയക്ഷരം. ഇനി ഒരാൾക്കൊപ്പം ഒന്നിച്ചു ജീവിക്കാൻ അനുവദിക്കില്ല എന്നെഴുതിയ കത്തിലെ കൈയക്ഷരം കൊല്ലപ്പെട്ട രേഖയുടെ ഭർത്താവ് പ്രേംകുമാറിന്റേതാണ്. രേഖയും അമ്മ മണിയും കൊല്ലപ്പെട്ടത് വ്യത്യസ്ത സമയങ്ങളിലാണെന്നും ഇരുവരെയും കഴുത്തു ഞെരിച്ചാണ് കൊലപ്പെടുത്തിയതെന്നും പോസ്റ്റ്മോർട്ടത്തിലൂടെ വ്യക്തമായി. പ്രതിക്കായി കേരളത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ്. അഴുകിത്തുടങ്ങിയ മൃതദേഹങ്ങളിൽ നിന്ന് കാര്യമായ തെളിവുകൾ ലഭിച്ചില്ലെങ്കിലും മൃതദേഹത്തിന്റെ സമീപത്ത് നിന്ന് ലഭിച്ച ഫോട്ടോകളും കത്തും പ്രതിയിലേക്കെത്താൻ പോലീസിനെ സഹായിച്ചു. രേഖയും മുൻഭർത്താവും മറ്റു ചില സുഹൃത്തുക്കളും ഒന്നിച്ചുള്ള ഫോട്ടോകളും ഇനി ഒരാൾക്കൊപ്പം ഒന്നിച്ചു ജീവിക്കാൻ അനുവദിക്കില്ല എന്നെഴുതിയ കത്തും സംഭവ സ്ഥലത്ത് നിന്ന് പോലീസിന് ലഭിച്ചിരുന്നു. കത്തിലെ കൈയക്ഷരം പ്രതി പ്രേംകുമാറിന്റേതായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ഉദയം പേരൂരിൽ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ വ്യക്തിയാണെന്ന് ബോധ്യപ്പെട്ടത്. പ്രതി പ്രേംകുമാറിനെതിരെ കൊല്ലപ്പെടുന്നതിന് ദിവസങ്ങൾ മുൻപ് രേഖ പോലീസിൽ പരാതി നൽകിയിരുന്നു. വ്യാഴാഴ്ച നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് മരണകാരണവും സമയവും സംബന്ധിച്ച് വ്യക്തത വന്നത്. പ്രേംകുമാറിന്റെ നാട്ടിലും സുഹൃത്തുക്കൾക്കിടയിലും അന്വേഷണം നടത്തിയെങ്കിലും കാര്യമായ വിവരം ലഭിച്ചില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തിന് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. ബുധനാഴ്ച ഉച്ചയോടെയാണ് അമ്മ മണിയെയും മകൾ രേഖയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട അയൽവാസികൾ രേഖയുടെ സഹോദരിയോട് പറയുകയും അവർ വീട്ടിലെത്തി നോക്കുകയും ചെയ്തപ്പോഴാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ 5 മാസമായി പഞ്ചായത്ത് ഓഫീസിന് സമീപത്തുള്ള വാടക വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. റൂറൽ SP-യുടെ മേൽനോട്ടത്തിൽ കാട്ടൂർ പോലീസാണ് അന്വേഷണം നടത്തുന്നത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.